نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس ഊസിക്കും ഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ മരണം കഴിഞ്ഞ് പാരത്രിക ലോകത്ത് പരാജയമില്ലാത്ത, എന്നെന്നും നിലനിൽക്കുന്ന വിജയം കൈവരിക്കുക എന്നതും അതിനപ്പുറം ആ സ്വർഗം ലഭിക്കുക എന്നതിനപ്പുറം ആ സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും മനോഹരമായതും ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും മുന്തിയതുമായ പ്രതിഫലം അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ്. സ്വർഗനിവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾക്കിനി എന്തെങ്കിലും അധികരിപ്പിച്ചു വേണമോ, നിങ്ങളിനി ഇതിലധികം എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗനിവാസികൾ പറയും, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ല റബ്ബേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലേ റബ്ബേ. അല്ലാഹുവേ, ഈ പ്രവിശാലമായ സ്വർഗം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം, ഇതിലപ്പുറം വേറെ എന്താണ് കിട്ടാനിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹുവും അടിമയും സ്വർഗനിവാസികളും തമ്മിലുള്ള ആ മറയെ അങ്ങ് നീക്കിക്കളയുമെന്നാണ്. ആ നീക്കിക്കളയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ സ്വർഗം ഒരു സ്വർഗമല്ലാതായി തോന്നുന്ന ഒരു സുവർണ അവസരമാണ് സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ലക്ഷ്യമായി മാറേണ്ടത്. ആ സ്വർഗത്തിന്റെ ഉന്നതമായ ദർജകളിലേക്ക് പ്രവേശിക്കുക എന്നതിലപ്പുറം അതിനേക്കാൾ വലിയ പദവിയും സ്ഥാനവും ശ്രേഷ്ഠതയും പ്രതിഫലവും എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ചില കർമ്മങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഫമൻ കാന യർജു ലിഖാ അല്ലാഹ് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതോടൊപ്പം അല്ലാഹു പറഞ്ഞത് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ അല്ലാഹുവിൽ യാതൊരു നിലക്കും ഒന്നിനെയും പങ്കുചേർക്കാനും പാടില്ല എന്ന അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊള്ളണം. എന്നിട്ട് ആ സൽക്കർമ്മങ്ങളിൽ എവിടെയും അവന്റെ നേർച്ചയിൽ, അവന്റെ വിശ്വാസത്തിൽ, അവന്റെ നിസ്കാരത്തിൽ, അവന്റെ സുജൂദിൽ, അവന്റെ ദാനധർമ്മങ്ങളിൽ, അവന്റെ ഏതൊരു ഇബാദത്തുകളിലും യാതൊരു നിലക്കും അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ പങ്കുചേർക്കുവാനോ അവരുടെ തൃപ്തി ആഗ്രഹിക്കുവാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ പാരത്രിക ലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സഹാബികൾ ചോദിക്കുന്നുണ്ട്, റസൂലേ നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ, അല്ലാഹുവിനെ കാണുമോ എന്ന് ചോദിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പൗർണമി രാവിൽ, അതായത് ചന്ദ്രൻ പൂർണ്ണമായി ഉദിച്ചു നിൽക്കുന്ന ദിവസത്തിൽ, അതിന്റെ പൂർണ്ണ ശോഭയും പ്രകടമാകുന്ന ദിവസത്തിൽ നിങ്ങൾ ആ ചന്ദ്രനെ എപ്രകാരമാണോ കാണുന്നത് അതിനേക്കാൾ പ്രശോഭിതമായി കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ആ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത് വിശ്വാസം ക്ലിയറാക്കുക എന്നതാണ്, തൗഹീദ് ക്ലിയറാക്കുക എന്നതാണ്. റബ്ബിൽ അടിയുറച്ച വിശ്വാസവും യാതൊരു നിലക്കുമുള്ള ചാഞ്ചല്യവുമില്ലാത്ത തവക്കുൽ മുഴുവൻ റബ്ബിന് മാത്രം, എന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുഴുവൻ ഇറക്കി വെക്കുന്നത് എന്റെ റബ്ബിന്റെ മുന്നിൽ മാത്രം. അങ്ങനെ റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതവും ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇബാദത്തുകളുമാണ് ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള മാർഗമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു കാര്യം സൽക്കർമ്മമാവുക? ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, ഫൽയഅമൽ അമലൻ എന്ന് പറഞ്ഞു നിർത്തിയില്ല, സാലിഹൻ എന്ന വാക്കുകൂടി അല്ലാഹു അവിടെ ഉപയോഗിച്ചു. എങ്ങനെയാണ് ഒരു കർമ്മം സ്വാലിഹായ സൽക്കർമ്മമായി മാറുക? പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് അവിടെ പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തത് ഇഖ്ലാസ് ഉണ്ടാകണം. ഇഖ്ലാസ് പൂർണ്ണമായി റബ്ബിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ രൂപത്തിൽ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളാണോ അത് സാലിഹായ സൽക്കർമ്മമാണ്. രണ്ടാമത്തത് അൽ മുതാബഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവർത്തനം എങ്ങനെയാണോ കാണിച്ചു തന്നത് അങ്ങനെ ചെയ്യണം. പള്ളിയിലേക്ക് കടന്നു വന്ന് നിസ്കരിച്ച് തിരിച്ചുപോയ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ തിരിച്ചു മടങ്ങ്, പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിലല്ല നിസ്കരിച്ചത്. 3 പ്രാവശ്യം ആ മനുഷ്യൻ അതുപോലെ നിസ്കരിക്കാൻ ശ്രമിച്ചു, തിരിച്ചു മടങ്ങി. 3 പ്രാവശ്യവും പ്രവാചകൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, തിരിച്ചു മടങ്ങി നിസ്കരിക്ക്. 3ാമത്തെ പ്രാവശ്യവും നിസ്കരിച്ച് തിരിച്ചു മടങ്ങിയപ്പോ അതങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് എന്നും പ്രവാചകനോട് പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നും ചോദിക്കുമ്പോൾ പ്രവാചകൻ ആദ്യാവസാന നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പറ്റൂല, എങ്ങനെയെങ്കിലും നോമ്പ് നോറ്റാൽ പറ്റൂല, എങ്ങനെയെങ്കിലും ഉംറ ചെയ്താൽ പറ്റൂല, എങ്ങനെയെങ്കിലും ഹജ്ജ് ചെയ്താൽ പറ്റൂല, എങ്ങനെയെങ്കിലും അല്ല ഇബാദത്തുകൾ ചെയ്യേണ്ടത്. മറിച്ച് മുതാബഅത്തു സുന്നഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗത്തിലായിരിക്കണം ഒരു കർമ്മം പ്രവർത്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതൊരു സ്വാലിഹായ സൽക്കർമ്മമായി മാറുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും മുൻ കാലഘട്ടങ്ങളിലെല്ലാം പ്രവാചകന്മാർ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളെ ദീന് എന്ന് പറഞ്ഞ പേരിൽ കൊണ്ടുവന്ന് സ്വലാത്തല്ലേ, ദിക്റല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ എന്ന് പറഞ്ഞ് പലതും ഈ ദീനിൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആളുകളെ കാണാൻ സാധിക്കും. അവിടെയാണ് പണ്ഡിതന്മാർ ഈ രണ്ട് അച്ചുതണ്ടിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ അച്ചു വെച്ചുകൊണ്ട് ഈ ഒരു മെഷീനിനുള്ളിൽ നമ്മുടെ കർമ്മങ്ങൾ എടുത്തിട്ട് നോക്കുമ്പോൾ ഈ മെഷീനിനുള്ളിൽ സെറ്റാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഈ അച്ചിനുള്ളിൽ ഇത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് പ്രവാചകൻ പഠിപ്പിച്ചെന്നാണോ? ഞാൻ ചെയ്യുന്നത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണോ? എന്റെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണോ? എന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടാണോ? എന്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം നാം ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എങ്കിൽ അത് സ്വാലിഹായ സൽക്കർമ്മമാണ്. പക്ഷേ പല ആളുകളും സംഘടനാ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉസ്താദുമാർ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ നാട്ടുനടപ്പ് ചെയ്യുന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് ആചാരങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദീനിൽ ഇസ്ലാമിന്റെ പേരിൽ പലതും പുതുതായി കടത്തിക്കൂട്ടിയ ആളുകൾ അവരെല്ലാം വിചാരിക്കുന്നത് നല്ലതല്ലേ, ദിക്റല്ലേ, നോമ്പല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ലതല്ലേ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഒരു കാര്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. അല്ലാഹ് പറയാണ്, നശിച്ചു പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നശിച്ചു പോകുന്ന, നഷ്ടമായി പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. രാത്രി പണിയെടുത്ത് നിസ്കരിച്ചവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ട് രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിച്ചവർ, പക്ഷേ അവരുടെ കർമ്മങ്ങൾ ബാത്തിലായി പോയി. എന്തുകൊണ്ടാ കാരണം? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ. അല്ലാഹു പറയാണ്, ഇതൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്, നല്ലതല്ലേ, പുണ്യല്ലേ എന്നൊക്കെ വിചാരിച്ച് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇതെല്ലാം അല്ലാഹു റസൂലെ പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങളായതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ ബാത്തിലായി പോയി, അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോയി, അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോയി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം. അവരുടെ പ്രത്യേകതയും കൂടി എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെക്കുറിച്ചും എടുത്തു പറയുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിക്കാത്ത ആളുകളുടെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവും കാംക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണോ, ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഒരു സ്വലാത്താണോ, ദിക്റാണോ, എണ്ണമാണോ, വണ്ണമാണോ, പ്രതിഫലമില്ല. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരുന്നു. കൂഫ പള്ളിയിൽ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം കുറച്ചു നാൾ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ കൂഫ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗം ആളുകൾ പള്ളിയുടെ ഓരത്തിരുന്ന് മൂലയിലിരുന്ന് ചുറ്റുമിരുന്ന് ഒരു ശൈഖ് പറഞ്ഞു കൊടുക്കുന്നു, സബ്ബിഹു മിആ ഹല്ലിലു മിആ. നിങ്ങൾ അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം പറയൂ, അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറയൂ. അവരൊക്കെയും അത് പറഞ്ഞതിന് ശേഷം ഏറ്റുപറയുന്നു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 100 പ്രാവശ്യം വീതം പറയുന്നു. ഇത് കണ്ടുവന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വേഗം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മറ്റൊരു സ്വഹാബിയെ കൂട്ടിയിട്ട് വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ആ പള്ളിയിലേക്ക് തിരിച്ചു വരുന്നു. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കാണ്, നീ അവിടെ ഒന്നും പറയാതെയാണോ വന്നത്, തിരുത്താതെയാണോ വന്നത്? എന്താണ് സുബ്ഹാനല്ലാഹ് പറയൽ തെറ്റാണോ? അൽഹംദുലില്ലാഹ് പറയൽ തെറ്റാണോ? അല്ലാഹു അക്ബർ പറയൽ തെറ്റാണോ? അല്ല. പക്ഷെ എന്തായിരുന്നു തെറ്റ്? സഹാബിമാർ രണ്ടുപേരും വന്ന് പള്ളിയിൽ വന്ന് അവരെ വിലക്കി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. നിങ്ങളെന്താ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അധികം ദിവസമായിട്ടില്ല, പ്രവാചകന്റെ പാത്രങ്ങൾ ഉടഞ്ഞിട്ടില്ല, പ്രവാചകന്റെ വസ്ത്രം നുറുമ്പിയിട്ടില്ല, സഹാബത്ത് ജീവിച്ചിരിക്കാണ്, എന്നിട്ട് നിങ്ങൾ ഈ ദീനിൽ പുതുതായ കാര്യങ്ങൾ കൊടുത്ത് കടത്തിക്കൂട്ടുകയാണോ എന്ന് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് എണീപ്പിക്കാൻ. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ അങ്ങനെ പള്ളിയുടെ ഓരത്തിരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് 100 പ്രാവശ്യം പറയാൻ നേതാവ് പറയുകയും ബാക്കിയുള്ളവർ ഏറ്റുപറയുകയും അങ്ങനെ ഓരോ വീടുകൾ പറയുകയും അതിന് പ്രത്യേകമായ രൂപം കാണുകയും പ്രത്യേകമായ എണ്ണം കാണുകയും അതിന് പ്രത്യേകമായ പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് തന്നെയും ബിദ്അത്താണ് എന്നാണ് സ്വഹാബി പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പുത്തൻ ആചാരങ്ങൾ?
ദീനിലുള്ള കാര്യം പോലും പ്രത്യേകമായ സമയം തിരഞ്ഞെടുത്ത് പ്രത്യേകമായ രൂപത്തിലും വണ്ണത്തിലും എണ്ണത്തിലും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലും ബിദ്അത്ത് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ റജബിൽ നമ്മൾ പറഞ്ഞിരുന്നു, റജബ് 27ന്റെ അന്ന് പ്രത്യേകമായ നോമ്പ് ചില ആളുകൾ ഇന്ന് പടച്ചുവിടുന്നു. 60 മാസത്തെ പ്രതിഫലമെന്ന ആളുകൾ പറയുന്നു. അതെല്ലാം ബിദ്അത്താണ്. അങ്ങനെ പ്രത്യേകമായ കൂലി പറയണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു തരണം. പക്ഷേ സ്വഹീഹായ ഹസനായ ഒരു ഹദീസ് പോലും ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല. അപ്പൊ നോമ്പല്ലേ എന്ന് വിചാരിച്ച്, പ്രതിഫലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്, നല്ലതല്ലേ എന്ന് വിചാരിച്ച് അത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്തിന്റെ ഗണത്തിൽപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിലകൊണ്ട് നിൽക്കുന്ന ഷഅബാൻ. ഷഅബാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റജബ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് എങ്കിൽ റമളാനിൽ മറ്റു ചില പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ, എന്നാൽ ഷഅബാൻ എന്നത് അതിലും ചില പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചു നൽകുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ വാനലോകത്തേക്ക് ഉയരുന്ന ഒരു മാസമാണ് ഈ ഷഅബാൻ മാസം. ഷഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ ഷഅബാനിലേക്ക് പ്രവേശിച്ച് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്നുള്ളത്. 3 രൂപത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നത്. 3 സന്ദർഭത്തിൽ. എല്ലാ ദിവസവും വൈകുന്നേരം മഗ്‌രിബിന് മുൻപായി കൊണ്ടുപോകും. എല്ലാ ആഴ്ചയിലും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങളുമായി മലക്കുകൾ വാനലോകത്തേക്ക് പോകും. എന്നാൽ വർഷത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമായി കൊണ്ടുപോകുന്ന മാസമാണ് നമ്മളിപ്പോൾ നിലകൊണ്ടിരിക്കുന്ന ഷഅബാൻ മാസം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, വഹുവ ശഹറുൻ തുർഫഉ ഫീഹി അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തിപ്പോകുന്ന ദിവസമാണ് എന്ന്, മാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മീസാനിൽ കണം തൂങ്ങണമെങ്കിൽ ഈ മാസത്തിൽ അധികമായി കൊണ്ട് നമ്മൾ നന്മകളിലേക്ക് മുന്നേറാൻ, പഠിപ്പിക്കപ്പെട്ട നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, സുന്നത്തുകൾ അധികരിപ്പിക്കാൻ, സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, നാളെ തുലാസ് എന്നത്, നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമെന്നത് സത്യമാണ്. അവിടെ ആരുടെയെങ്കിലും നന്മകളുടെ തുലാസിൽ കനം തൂങ്ങിയിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ചു. അവിടെ നന്മകളുടെ തുലാസിൽ കനം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ആകാശ ലോകത്തിലേക്ക് നമ്മുടെ നന്മകളുമായി കൊണ്ടുപോകുമ്പോൾ ആ നന്മകൾക്ക് ഭാരം കുറവാണ് എങ്കിൽ, നമ്മുടെ തിന്മകളാണ് മികച്ചു നിൽക്കുന്നത് എങ്കിൽ, സഹോദരങ്ങളെ, അവരെ കുറിച്ച് പറഞ്ഞത് വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. അങ്ങനെ അവർ തീരാ നഷ്ടത്തിലായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് നന്മകൾ വാനലോകത്തേക്ക് നമ്മുടെ നന്മകളുമായി മലക്കുകൾ പോകുന്ന മാസമാണ്. ആ നന്മകളിൽ ഒരു പറ്റം നന്മകൾ, തിന്മകളെക്കാൾ മികച്ചു നിൽക്കുന്ന നന്മകളെ നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് ഷഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി മറ്റു മാസങ്ങളെക്കാൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നത് ഈ ഷഅബാൻ മാസത്തിലാണ്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു നൽകുന്നുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തർ മിൻ ശഅബാൻ ഫഇന്നഹു كان يصوم شعبان كله. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിരുന്നു, പ്രവാചകൻ റമളാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് എന്ന്, ശഅബാനിൽ പൂർണ്ണമായി നോമ്പെടുത്തിരുന്നു എന്ന് കുല്ലഹു എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വബയാനു അന്ന ഖൗലഹാ കുല്ലഹു ഐ ഗാലിയത്തുൻ, അതായത് അധികവും എന്ന അർത്ഥത്തിലാണ് അവിടെ കുല്ലഹു എന്ന് ഉപയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് റമളാൻ മാസത്തിനേക്കാൾ, റമളാൻ മാസം കഴിഞ്ഞാൽ മറ്റു മാസങ്ങളെക്കാൾ ഷഅബാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി നോമ്പെടുത്തിരുന്നു. അങ്ങനെ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഷഅബാൻ മാസത്തിന്റെ 15ന്റെ അന്ന് മാത്രം ഒരു ബറാഅത്ത് എന്ന് പറഞ്ഞ ബിദ്അത്തായ നോമ്പെടുക്കാനല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. മറിച്ച് ഷഅബാൻ മാസത്തിൽ അധികവും പ്രവാചകൻ
നോമ്പെടുത്തിരുന്നു. ആ രൂപത്തിൽ ശഅബാനിന്റെ 15 നോമ്പെടുക്കുന്നതിൽ തെറ്റില്ല, പുണ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകമായി ശഅബാൻ 15 അന്ന് നോമ്പെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, പുണ്യം കിട്ടാത്തതാണ്, കുറ്റം കിട്ടുന്നതാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് യാതൊരു നിലക്കുമുള്ള അടിസ്ഥാനപരമായ തെളിവുകൾ വന്നിട്ടില്ല എന്നത് തന്നെയാണ് അതിനെ ഇല്ല എന്ന് പറയാനുള്ള കാരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇനി ശഅബാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആ ശഅബാനിന്റെ പകുതിയിലെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിദിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾക്കല്ലാതെ ബാക്കിയുള്ള എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ പകുതിയുടെ രാത്രിയിൽ അന്ന് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട രണ്ട് വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു. ആരാണ്? ഇല്ലാ ലിമുശ്രികിൻ. ഒന്ന്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. രണ്ടാമത്തെ വിഭാഗം, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല, നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്തുന്നുള്ളൂ, നമ്മൾ തൗഹീദുള്ള ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് പെരുമനടിക്കുന്ന ആളുകളാണെങ്കിൽ പോലും രണ്ടാമത്തെ വിഷയം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിദിൻ. പ്രവാചകൻ പറയുന്ന മുശാഹിന് അള്ളാഹു പുറത്തു കൊടുക്കില്ല. ആരാ മുശാഹിൻ? പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഖാലൽ ഇമാം ഇബ്നു അസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ മുശാഹിനു ഹുവൽ മുആദി. മുശാഹിനി എന്ന് പറഞ്ഞാൽ അത് ശത്രുതയും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകളാണ് എന്ന്. ബന്ധുക്കൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ? അകൽച്ചയിലാണോ? പുറത്തു കൊടുക്കില്ല. കുടുംബക്കാർക്കിടയിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടോ? ബന്ധങ്ങളിൽ വിള്ളൽ വന്നിട്ടുണ്ടോ? ദേഷ്യം വെച്ച് പുലർത്തുന്നുണ്ടോ? ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടോ? മുസ്ലിമീങ്ങൾക്കിടയിൽ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടോ? അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മറ്റൊരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ്? അറാദ ബിൽ മുശാഹിദ്. മുശാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഹാഹുന സാഹിബുൽ ബിദ്അതി വ മുഫാരിഖുൽ ജമാഅത്തിൽ ഉമ്മ. പുത്തൻവാദികളാണ്, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടി പലതും കൊണ്ടുവന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. അപ്പോ ശഅബാൻ 15 ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ശിർക്കിന്റെ വാഹകർ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? അൽ മുഫാരിഖു ലിൽ ജമാഅ. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന, വിഘടിച്ചു നിൽക്കുന്ന, കക്ഷിത്വം കാണിക്കുന്ന ആളുകൾ, അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് തിന്മകൾ, വമ്പിച്ചതായ കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആരോടെങ്കിലും പിണങ്ങി കഴിയുന്നുവെങ്കിൽ ഈ ശഅബാനോടുകൂടി അത് പൂർത്തീകരിക്കാൻ, അത് ആ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവിടെ ബന്ധങ്ങൾ പുതുക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസികളുടെ ക്വാളിറ്റി പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹു പറയാണ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ, കോപമടക്കി വെക്കുന്ന ആളുകൾ, അവരാണ് ശരിയായ വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ദേഷ്യം വരുന്ന സമയത്തും ചൂടാകാൻ നമുക്ക് അവസരമുണ്ടായിരുന്നിട്ടും ആ ചൂടാകാതെ, ദേഷ്യപ്പെടാതെ തന്റെ കോപത്തെ അടക്കി വെക്കുന്നവനാണ് ശരിയായ വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, പല സന്ദർഭങ്ങളും കടന്നുപോയിട്ടുണ്ടാവും. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കോപത്തെ അടക്കി വെച്ച് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്ത് ആ ബന്ധങ്ങളെ ഊഷ്മളമാക്കി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് അല്ലാഹു ഈ ശഅബാനിന്റെ പകുതിയിലെ രാത്രിയിൽ നമുക്ക് പുറത്തു തരുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ ആ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ ഭാഗ്യം കിട്ടുന്നവരായിരിക്കണം ഞാനും നിങ്ങളും എന്നത് നമ്മൾ ഉറപ്പിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, നഷ്ടപ്പെട്ട നോമ്പ്. റമദാനിൽ ഒരുപക്ഷെ രോഗികളായിക്കൊണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ആർത്തവകാരികളായിക്കൊണ്ടോ, അല്ലെങ്കിൽ ഗർഭം മൂലമോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പാല് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടോ ഒരുപക്ഷെ നോമ്പുകൾ ഉപേക്ഷിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ യാത്ര കാരണത്താൽ നോമ്പുകൾ ഉപേക്ഷിച്ചു എന്ന് വരാം. റമദാനിൽ ചില വിട്ടുപോയ നോമ്പുകൾ ബാക്കിയുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഈ ശഅബാനോടുകൂടി അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം.
റമളാനിലേക്ക് കടത്തരുത്. റമളാൻ എത്തുന്നതിനു മുമ്പ് വീട്ടേണ്ട കടങ്ങൾ വീട്ടിക്കൊണ്ട്, നോമ്പുകൾ വീട്ടിക്കൊണ്ടായിരിക്കണം നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത്, കാന യകൂനു അല സൗമി മിൻ റമളാൻ, ആർക്കെങ്കിലും ആ സമയത്ത് റമളാനിൽ വിട്ടുപോയ നോമ്പുകൾ ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ ഫമാ അസ്തതിഉ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് സാധിക്കുകയില്ലായിരുന്നു അൻ അഖ്ദിയ ഇല്ലാ ഫീ ശഅബാൻ, ശഅബാനിലല്ലാതെ നോറ്റുകൂട്ടാൻ എനിക്ക് സാധിക്കുകയില്ലായിരുന്നു. കാരണം അത്രമാത്രം കുടുംബത്തിന്റെ വിഷയങ്ങൾ നോക്കാനുണ്ടായിരുന്നു, പ്രവാചക വസല്ലമയുടെ വിഷയങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ശഅബാനിലേക്ക് അവർ മാറ്റിവെച്ചിരുന്നു. ആ ശഅബാനിൽ അവർ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് നോമ്പെടുക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ട് എങ്കിൽ, നോമ്പ് ഫർളായ നോമ്പ് കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയ നോമ്പുകൾ ബാക്കിയുണ്ട് എങ്കിൽ അത് നോറ്റുവീട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നോറ്റുവീട്ടാൻ സാധിക്കാത്ത ശാരീരിക അവസ്ഥയോ അല്ലെങ്കിൽ ഗർഭവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന കുട്ടിക്ക് മുല കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ റമളാനിന് മുമ്പ് നോറ്റുവീട്ടാൻ സാധിക്കാത്തവർക്ക് മാത്രമുള്ള ഇളവാണ് ഈ മിസ്കീനിന്, ഒരു നോമ്പിന് ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നത്. ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് റമളാനിലേക്ക് വരവേൽക്കാനും ഈ ശഅബാനിനെ പുണ്യമാക്കി തീർക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു വസ്തുതാപരമായ വിഷയം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. റജബ് എന്നത് അതിന്റെ ഒന്നു മുതൽ തന്നെ ബിദഅത്തിന്റെ കക്ഷികളാകട്ടെ അവർ പോലും റജബിന്റെ ശ്രേഷ്ഠതയും റജബിന്റെ പുണ്യങ്ങളും ഇല്ലാത്തതും ഉള്ളതുമായ കടത്തിക്കൂട്ടിയ നന്മകൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ അല്ലാത്ത സദസ്സുകളിലുമെല്ലാം നിറച്ച് റജബിന്റെ പവിത്രത പറയും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പവിത്രതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ്, അല്ലാഹു തിരഞ്ഞെടുത്ത മാസമാണ് റജബ് എന്നത്. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അങ്ങനെ റജബിനെ കുറിച്ച് എല്ലാവർക്കും ബോധവാന്മാരാണ്, റമളാനിനെ കുറിച്ചും എല്ലാവരും ബോധവാന്മാരാണ്. കാരണം റമളാനിൽ ഒരുപക്ഷെ പള്ളിയിൽ വരാത്തവർ പോലും പിന്നെ പള്ളിയിൽ വന്നു തുടങ്ങുന്ന, നിസ്കരിച്ചു തുടങ്ങുന്ന, ജുമുഅയ്ക്ക് പങ്കെടുക്കുന്ന, നോമ്പ് നോറ്റ് തുടങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നാട്ടിൽ അല്ലാത്ത സമയങ്ങളിൽ ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പോലും പള്ളിയിൽ വരുന്ന മാസമാണ് റമളാൻ മാസം. അവരെ കുറ്റപ്പെടുത്തല്ല, അവരതിലൂടെയെങ്കിലും നന്നാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും റമളാൻ മാസവും അതുപോലെ തന്നെ റജബ് മാസവും എല്ലാവർക്കും ഓർമ്മയുള്ളതും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിൽപ്പെട്ട ഒരു മാസമാണ് ശഅബാൻ. ആ ശഅബാൻ, അതിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു അന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിനും റമളാനിനും ഇടയിലുള്ള ഈ മാസത്തെക്കുറിച്ച് ജനങ്ങൾ അശ്രദ്ധയിലാണ്. ഒരു വസ്തുത തന്നെ, ജനങ്ങൾ അശ്രദ്ധയിലാണ്. അതുകൊണ്ട് ആ അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് എത്താൻ ശഅബാൻ എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ ആ ശഅബാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും നന്മകളിൽ മുന്നേറാനും ആ നന്മകൾ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി മുത്താബഅത്തോടുകൂടി പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമ്മൾ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ദിക്റുകൾ വർദ്ധിപ്പിക്കണം, ദുആകൾ വർദ്ധിപ്പിക്കണം. ആ റമളാനിലേക്ക് റബ്ബേ നീ ഞങ്ങളെ എത്തിച്ചു തരണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഈ ശഅബാനിൽ ഉണ്ടാകണം. അതോടൊപ്പം ഖുർആൻ പാരായണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. ഒരു റമളാൻ വരുമ്പോൾ മാത്രം ഖത്തം തീർക്കുന്ന ഒരു ഏർപ്പാട്, ആ ഒരു ഏർപ്പാടിനപ്പുറം നമുക്ക് ശഅബാനിലും ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങി അങ്ങനെ റമളാനിൽ കണ്ടിന്യൂ ചെയ്ത് മറ്റു മാസങ്ങളിലും ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കാൻ
ഈ ശഅബാനിൽ തുടക്കം കുറിക്കണം. അതുപോലെ തന്നെ വിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ ധൃതിപ്പെടുന്ന ആളുകളാണ്. വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ, നമ്മളെ ഭയപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, ആവലാദികൾ, വേവലാദികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് സർവ്വതും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഈ ശഅബാനിനെ ഉപയോഗപ്പെടുത്തി റമളാനിനെ വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങൾ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു അവർക്ക് സമ്പത്തിൽ അഭിവൃദ്ധി നൽകി പ്രയാസങ്ങൾ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. استغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو